ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എനിക്കിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. ഈ വീഡിയോ അവസാനം വരെ കാണുക. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. ഇതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ യൂട്യൂബുകാർക്ക് കൂടിയുള്ള വീഡിയോ ആണിത്. ഇതിൻ്റെ സബ്സ്ക്രൈബർക്കുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ഇഷ്ടപ്പെട്ടുള്ളവർക്കുള്ള വീഡിയോ ആണ്. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് പിന്നെ പറയാം. ആദ്യമൊക്കെ പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായാലും വീഡിയോസൊന്നും വരാത്തത് എന്ന് യൂട്യൂബിൽ. അപ്പോൾ ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു. ഫോണ് നന്നാക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ 1 മാസത്തോളമായി കൊടുത്തിട്ട് തോന്നുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഫോണ് നേരെയായിട്ട് കിട്ടിയത്. സ്പീക്കർ ഇതൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അത് നേരെയാക്കാൻ കൊടുത്തിട്ട് ഇന്നലെ വൈകുന്നേരമാണ് ഫോണ് കയ്യിൽ കിട്ടിയത്. അതുകൊണ്ടാണ് വീഡിയോസ് വരാത്തത്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, മുന്നടിക്കാതെ ഇങ്ങനെ കാണുക. അതായത് എനിക്ക് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദൈവങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴൊക്കെ വൃത്തികെട്ട വാക്കുകൾ വരിക, പറയാൻ പറ്റാത്ത വൃത്തികെട്ട വാക്ക് വരിക. അപ്പോൾ ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വൃത്തികെട്ട വാക്ക് വരും. അപ്പോൾ ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കും. അങ്ങനെ എത്രത്തോളം ചീത്തവാക്ക് വരുന്നോ അത്രത്തോളം ഞാൻ ആ വീഡിയോ കളയും. അപ്പോൾ യൂട്യൂബുകാരൊന്ന് മനസ്സിലാക്കുക എൻ്റെ അവസ്ഥ. നിങ്ങൾ വീഡിയോസ് കളയുന്നുണ്ട് വെച്ചിട്ട് നിങ്ങൾ ചാനൽ എടുത്ത് കളയരുത്. എൻ്റെ അവസ്ഥ അതാണ്. എനിക്ക് വൃത്തികെട്ട വാക്ക് വന്നുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കുകയാണ്. പിന്നീട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് കളയരുത്. ഇപ്പം ഞാൻ ഡയറക്റ്റ് ഈ വീഡിയോ ഇടും. കാരണം ചീത്താക്ക് വന്നാൽ ഞാൻ ഇടും. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, തൊഴുമ്പോൾ വൃത്തികെട്ട വാക്ക് വരിക, ദൈവത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ വൃത്തികെട്ട വാക്ക് വരിക, അമ്പലത്തിൽ പോകാൻ തോന്നുന്നില്ല, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ്. ദൈവത്തിനെ പറ്റി വൃത്തികെട്ട വാക്ക്, പറയാൻ പറ്റാത്ത വാക്കുകളാണ് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ അങ്ങനെ തുപ്പും, ഇങ്ങനെ വിടാതെ തുപ്പും. ചീത്താക്ക് വരുമ്പോൾ തുപ്പുമ്പോൾ പോകുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ തുപ്പും. എന്നിട്ട് ഇതിന് പരിഹാരമുണ്ട്. പണിക്കരെ കാണിച്ചു. പണിക്കർ പറഞ്ഞു ഉഴിഞ്ഞ് കളയണം, ദേഹത്തുനിന്ന് ഉഴിഞ്ഞ് കളയണം, എന്നിട്ട് തകിട് കെട്ടണം എന്നാണ് പണിക്കർ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു മാമനുണ്ട്, ഉണ്ണിമാമ. ഉണ്ണിമാമയുടെ മേത്ത് ഈ ദേവി കയറും ഈ പൂര സമയത്തൊക്കെ, ഉത്സവ സമയത്തൊക്കെ. അതായത് തുള്ളുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലൊക്കെ പറയും. അപ്പം ആ കൂട്ടത്തിൽ ഉഴിഞ്ഞ് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പൈസ കുറച്ച് അധികമാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ പരിഹാരമുണ്ട് എന്ന് അറിയാം. അപ്പം അമ്മക്ക് വേറെ വിശ്വാസമാണ്. അമ്മ എന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നടക്കാവിലായിരുന്നു, അവിടുന്ന് ഭേദമല്ല. അപ്പം അത് MESലാണ്. അപ്പോൾ ആ ഗുളിക മരുന്നുകളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എനിക്ക് ഒരു മാറ്റമില്ല, തുപ്പലിനൊരു മാറ്റമില്ല. ചീത്താക്ക് വരികയാണ്, വൃത്തികെട്ട വാക്ക് വരികയാണ്. എന്ത് ചെയ്യുമ്പോഴും ഞാൻ കഥ എഴുതുമ്പോൾ ഞാൻ കഥ എഴുതുന്നുണ്ട്, നല്ല നല്ല കഥകളൊക്കെ എഴുതുന്നുണ്ട്, ഒരുവിധ കഥകളൊക്കെ എഴുതുന്നുണ്ട്. ആ കഥ എഴുതുമ്പോഴൊക്കെ വൃത്തികെട്ട വാക്ക് വരും. വിളക്ക് എത്തിക്കുമ്പോൾ വൃത്തികെട്ട വാക്ക് വരും, തൊഴുമ്പോൾ വൃത്തികെട്ട വാക്ക് വരും, വിളക്ക് കഴുകുമ്പോൾ വൃത്തികെട്ട വാക്ക് വരും, പല്ല് വയ്ക്കുമ്പോൾ വൃത്തികെട്ട വാക്ക് വരും. അതാണ് എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അത് കാരണമാണ് വീഡിയോസ് കുറേ ഒന്നും വരാത്തത്. ഞാനൊരു പാത്രം, ആവശ്യമില്ലാത്തൊരു പാത്രം കൊണ്ട് വെച്ചിട്ടാണ് തുപ്പാൻ വേണ്ടിയിട്ട് റൂമിൽ. കിടക്കുമ്പോഴൊക്കെ ഉണ്ട് ഈ പ്രശ്നം. തുപ്പ് തന്നെ. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴായാലും ഈ പ്രശ്നമുണ്ട്. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ പുതിയ വീടിൻ്റെ, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, പുതിയ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ആ പഴയ ഓടി വരെ പൊളിച്ച് കളഞ്ഞു. ഇപ്പോൾ പുതിയ വീട് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാതെയാണ്. അതായത് ഉള്ളിലത്തെ വീഡിയോസ് എന്താ വരാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാരണം എനിക്ക് ഇങ്ങനെ ചീത്താക്ക് വരിക കാരണം എടുക്കാൻ തോന്നുന്നില്ല. പിന്നെ ഉള്ളിലത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, വാതിൽ വെച്ചിട്ടില്ല, ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജനൽ ഒക്കെ ഇതാണ്, ജനലൊക്കെ വെച്ചു, അടപ്പൊക്കെ വെച്ചു, വാതിലൊന്നും വെച്ചിട്ടില്ല. പണികൾ ഇനി ഉണ്ട്. അപ്പം ഞങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് തൽക്കാലം ഞങ്ങൾ കയറിയിരുന്നതാണ്. ചില വീഡിയോസിലൊക്കെ എൻ്റെ വാർപ്പ് വരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ വട്ടപ്പാറയിലൊരു ടീമുണ്ട് അത്രേ. ഈ പാവപ്പെട്ടവർക്ക് ടൈല് വെറുതെ കൊടുക്കും. അവർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ 3 മാസത്തിനുള്ളിൽ വന്നു നോക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതേവരെ വന്നു നോക്കിയിട്ടില്ല. ഇപ്പം 4 മാസം കഴിഞ്ഞു, വന്നു നോക്കിയിട്ടില്ല ഇതേവരെ. അപ്പം അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ വീടിൻ്റെ കാര്യം അങ്ങനെയാണ്. നിലമൊക്കെ ആകെ ചളിയും പൊടിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും. ഭാരത് ബൻസിൻ്റെ ആയാലും ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആയാലും വീഡിയോസ് നമ്മളെ ചാനലിൽ വരും. കിട്ടുമ്പോൾ ലോറട വരും, ഭാരത് ബൻസിൻ്റെ വരും, എല്ലാ ഇതിൻ്റെയും വീഡിയോസ് യൂട്യൂബിൽ വരും. അപ്പോൾ ബൈ. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക.
മാക്സിമം എല്ലാവരും ഒന്ന് കാണട്ടെ, എല്ലാവരും എൻ്റെ പ്രശ്നങ്ങളൊന്ന് അറിയട്ടെ. പിന്നെ ആരും കമൻറ്റിൽ കൂടെ ചോദിക്കരുത് എന്ത് വൃത്തികെട്ട വാക്കാ വരുന്നത് എനിക്ക് പറയാൻ സാധിക്കില്ല, കാരണം പറയാൻ പറ്റാത്ത വൃത്തികെട്ട വാക്കാ വരുന്നത്. അതുകൊണ്ട് ആരും കമൻറ്റിൽ കൂടെ ചോദിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞോളൂ. പക്ഷേ ഇങ്ങനത്തെ എന്ത് വാക്കാ വരുന്നതെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാക്സിമം എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ യൂട്യൂബിൻ്റെ ആൾക്കാർ മാക്സിമം മനസ്സിലാക്കാട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വെച്ചിട്ട് എൻ്റെ ചാനലുകൾ എടുത്ത് കളയരുത് പ്ലീസ്. എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനി ഞാൻ മാക്സിമം വീഡിയോസ് ഡിലീറ്റ് ആക്കാതെ നോക്കാം. അപ്പോൾ ബൈ.